അപ്പൊ ആയതിനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നല്ല മഴയാണ്, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ന്യൂസിലൊക്കെ വാർത്ത കണ്ടിരുന്നു. 5 പേര് 2 മരിച്ചിട്ടുണ്ട് നിലവില്. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മലയാളികൾ ഇതുപോലെ പ്രകൃതിക്ഷോഭത്തിന്റെ സമയത്തായാലും അല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായാലും മലയാള ജനത, കേരള ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ ഇഞ്ഞു നിൽക്കണം, അവിടെ രാഷ്ട്രീയവും അതൊന്നും നോക്കാൻ പാടില്ല എന്നിരിക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഈ കാണുന്നതാണ് റസൽ ജോയ്. അപ്പോ ഈ വ്യക്തിനെ മിക്കവർക്കും അറിയായിരിക്കും. നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തില് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓണത്തിന് മാവേലി വരുന്ന പോലെ മഴക്കാലത്തും പിന്നെ ഇലക്ഷന്റെ സമയങ്ങളിലും ചില യൂട്യൂബ് ചാനലുകളിലും വാർത്താ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി. അപ്പൊ ഈ പുള്ളിക്കാരനായിട്ട് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷം പിണറായി ഭരിച്ചോണ്ടിരുന്ന കാലഘട്ടത്തില് വല്ല ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പിണറായിയുടെ എതിരെ ആയുധം ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് ഒന്നുമില്ലാത്ത സമയം വരുമ്പോഴും പിന്നെ നോർമലായിട്ട് എല്ലാ വർഷത്തെ പോലെ മഴക്കാലം വരുമ്പോഴും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയാണ് റസൽ ജോയ്. എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞ മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകളുണ്ട്. ഈ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശേഷിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് പൊട്ടിയാണ്ടാവുന്ന ആഘാതങ്ങളും അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആള് ഈ പറഞ്ഞ പോലെ ദീർഘവീക്ഷണത്തിൽ കാണുന്നതാണ്. ഈ പറഞ്ഞ പോലെ അതിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉണ്ട്. എനിക്ക് മനസ്സിലായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം പിണറായിക്ക് ഇത്ര വലിയ തോൽവി ഉണ്ടാവാൻ കാരണങ്ങളിൽ ഒരു വലിയ ഘടകം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മെയിൻ ഘടകം വഹിച്ചേക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അതിന്റെ ആ സമയത്ത് കഴിഞ്ഞ 10 വർഷം എസ്പെഷ്യലി നമ്മുടെ ലാസ്റ്റ് പിണറായിയുടെ അവസാന 2 വർഷമൊക്കെ ഈ മറുനാടൻ മലയാളിയും ഏഷ്യാനെറ്റ് ന്യൂസ് എന്തോരം കാര്യങ്ങളാണ് ഈ പറഞ്ഞ 2018 ഫ്ലഡിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ തമിഴ്നാടായിട്ടുള്ള കാര്യങ്ങൾ പറ്റിയാണെങ്കിലും പിണറായി സ്റ്റാലിൻ തമ്മിലുള്ള അന്തർധാര തുടങ്ങി പലതര വ്യാജ വാർത്തകളും അർത്ഥസത്യങ്ങളും വെച്ച് ഒരുപാട് പിണറായി സർക്കാരിനെ അവര് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു ടൂളായിരുന്നു ഈ പറഞ്ഞ പോലെ റസൽ ജോയ്. എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ അതിലിപ്പോ മറുനാടൻ മലയാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ വീഡിയോസിലൊക്കെ ഈ പറഞ്ഞ പോലെ കോടികളുടെ തട്ടിപ്പ്. ഇവര് ഡയറക്റ്റ് പിണറായിനെ പറയില്ല, കോടികളുടെ തട്ടിപ്പ് എന്നൊരു ഹെഡ്ലൈൻ കൊടുക്കും, ഒപ്പം പിണറായിയുടെ ഫോട്ടോ വയ്ക്കും. പറഞ്ഞ മനസ്സിലായി. പിന്നെ ഈ 2 മാസം മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത, അതായത് കേരളത്തെ മുക്കിയത് ആരപ്പ, എന്നിട്ട് ഈ പറഞ്ഞ പോലെ അന്ത്യചർച്ചയിൽ ബിനു വിജോണൊക്കെ വന്നിരിക്കും. എന്നിട്ട് ഡയറക്റ്റ് LDF സർക്കാരിനെ പറയില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ അമ്പുകളും ഈ പറഞ്ഞ പോലെ കുറെ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് എല്ലാ അമ്പുകളും പിണറായിക്കും LDF സർക്കാരിനെതിരെ കൊണ്ട് തറപ്പിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജനം മനസ്സിലാക്കണം, ഈ ഇരട്ടത്താപ്പ് അത്രേ ഉള്ളൂ. അതായത് ഈ പ്രളയം വരുമ്പോ എന്ന് പറയാ നമ്മൾ രാഷ്ട്രീയവും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ നേരിട്ട് തന്നെ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഒരു ചെറിയ വിഭാഗം മാത്രമേ ഈ വിഷം പോലെ പിണറായി എന്തുണ്ടായാലും ഈ ദുരിതമുഖത്ത് ഈ പറഞ്ഞ പോലെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ലേ, ഈ പ്രാവശ്യത്തല്ല അതിന് മുമ്പത്തെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോഴും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിനെ ഇകഴ്ത്തി കാണിക്കാനും അതിലേക്ക് ആര് പൈസ കൊടുക്കാണ്ടിരിക്കാനും അല്ലെങ്കിൽ പിണറായി കക്കും എന്ന് പറഞ്ഞൊക്കെ എന്തോരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയത്. അപ്പൊ അതുപോലെ ചെറിയൊരു വിഭാഗം വിഷങ്ങളുണ്ടെങ്കിലും ഈ ചെറിയ വിഭാഗത്തെ കേൾക്കണ ഒരു വലിയ വിഭാഗം ജനതയുണ്ട്. അതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, നിഷ്പക്ഷരുണ്ട്, സോക്കോള് നിഷ്പക്ഷരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ജനത്തോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ 10 വർഷം ഏതൊക്കെ രീതിയിലാണ് പിണറായി വിജയനെ ഈ മാധ്യമങ്ങളും ഇവരെ കൂടി വേട്ടാടിയെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പ്രളയം വരെ, അതായത് 2018 ഫ്ലഡ് തുടങ്ങി, മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ തുടങ്ങി, വയനാട് ലാൻഡ് സ്ലൈഡ് തുടങ്ങി, എന്ത് ഇഷ്യൂ വന്നാലും അപ്പത് പിണറായി തളിക്കിടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി കാത്തിരുന്നോ, ഇനി പേഷ്യന്റും മറുനാടൻ മലയാളി കൂടിയിട്ട് ഇപ്പൊ മഴ ഉണ്ടായില്ലേ, ഇനിയിപ്പോ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ട് 2 ആഴ്ച കഴിയുമ്പോ ഇതൊക്കെ എങ്ങനെ പിണറായിയുടെ തലക്കിടാന്നായിരിക്കും അവർ ഇനി 2 ആഴ്ച ആലോചിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? അതിന് UDF-ന്റെയും BJP-യുടെയും സപ്പോർട്ടും കിട്ടും ചെയ്യും. അപ്പോ അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഈ അടുത്ത്, അതായത് VD സതീശന്റെ സർക്കാർ വന്നേ പിന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഈ മറ്റേ തുരങ്കപാത നിർമ്മാണത്തിനോടനുബന്ധിച്ച്, അപ്പൊ അതും എങ്ങനെ പിണറായിയുടെയും LDF തലക്കിടാന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ജനം മനസ്സിലാക്കുക. അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ CPM വിരുദ്ധരായിട്ടുള്ള BJP-കാരോടും കോൺഗ്രസ്സുകാരോടും എനിക്കൊന്നും പറയാനില്ല. കാരണം അവർ ഓട്ടോമാറ്റിക്കലി എന്ത് CPM-ന്റെ പൊട്ട കണ്ടാലും അത് ശരിയാന്ന് വിശ്വസിക്കും. അവർ അന്തന്മാരാണല്ലോ, അന്ന് വിടുകാരില്ല. എനിക്ക് പറയാനുള്ളത് ഡയറക്റ്റ്ലി പറഞ്ഞ പോലെ നിഷ്പക്ഷമായ കേരള ജനതയോടും അല്ലെങ്കിൽ പറഞ്ഞ CPM-കാരോടും, അതായത് CPM-കാരോട് പറയാനുള്ള കാര്യം വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ മാധ്യമങ്ങളെ കൂടി നിങ്ങളുടെ പാർട്ടിനെ തന്നെ തോൽപ്പിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന് എടുത്തു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്ന ആൾക്കാർ, ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ വിചാരിക്കും അവര് നിഷ്പക്ഷരാന്ന്. അല്ല, ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാതെ, ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ, നിങ്ങൾ അവരുടെ ഒക്കെ യൂട്യൂബിലുള്ള ഓരോ വീഡിയോസ് നോക്കി അറിയാൻ പറ്റും ഇവരൊക്കെ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യണം, ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാട് എന്താണ്, ഈ CPM-നെ എത്ര രീതിയിൽ ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ BJP-ന് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഇത്ര അറ്റാക്ക് ചെയ്യാത്തതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മാധ്യമങ്ങളിലുള്ള ഇപ്പോ എന്താ പറയാ, ഒരു മാധ്യമങ്ങളും VD സർക്കാരിന്റെ
എന്താ പറയാ അനാസ്ഥാന്ന് ഒരു വാക്ക് പോലും ഉച്ചരിക്കില്ല. ഇപ്പൊ നമ്മുടെ ഏഷ്യാനിൽ ഒരു വാർത്ത കണ്ടു, ഈ മത്സ്യത്തൊഴിലാളികൾ കുറച്ചുപേർ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഈ സർക്കാർ സംവിധാനം വളരെ ലേറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ വൈകിയാണ് വന്നതെന്നും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയതെന്നും പറഞ്ഞിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഭാര്യയോ ഒരു സ്ത്രീ വന്നിട്ട് കരഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ട് കരയുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഗവൺമെന്റ് അനാസ്ഥ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വേറൊരു ക്ലിപ്പ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ UDF മന്ത്രിയോ MLA ആയിട്ടുള്ള ഒരാളോട് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റി മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വൻ മഴ വരുന്നുള്ളതിന്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അടുത്ത 5 ദിവസം നല്ല മഴ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കിട്ടി, അല്ലെങ്കിൽ പക്ഷെ ഇത്രയും മഴ പ്രതീക്ഷിച്ചില്ലാന്ന്. അപ്പൊ ഇതൊക്കെ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൈകാര്യം ചെയ്യണം പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പിണറായിയുടെ സമയത്തും അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം എത്ര ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം റിപ്പോർട്ടർ ഇല്ലേ CPM അനുകൂലിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ഒരു CPM വിരുദ്ധ നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ഒരു CPM വിരുദ്ധമല്ലാത്ത നിലപാട് എടുക്കാറ്, അല്ലെങ്കിൽ CPM അനുകൂല നിലപാട് എടുക്കാറ്. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടറിൽ ഒരിക്കലും ഈ പറഞ്ഞ കോൺഗ്രസിനെയോ BJPനെയോ അടച്ചാക്ഷേപിക്കലോ അല്ലെങ്കിൽ അവരുടെ നല്ലത് പുറത്ത് കാണിക്കാണ്ടിരിക്കില്ല. ഏഷ്യാനെറ്റിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ അവിടെ CPMന്റെയും LDFന്റെയും പൊട്ട മാത്രം കാണിക്കും, മറ്റു പാർട്ടികളുടെ നല്ലത് മാത്രം കൂടുതൽ കാണിക്കും. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭൂരിഭാഗം. പക്ഷെ റിപ്പോർട്ടറിൽ അങ്ങനെയല്ല, അവര് CPMന്റെ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിലും BJPയുടെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കാണിക്കാതിരിക്കാനല്ലേ. അല്ലെങ്കിൽ അവിടെ ഇപ്പൊ അന്ത്യചർച്ച എടുത്ത് നോക്കിയാൽ നിങ്ങള് റിപ്പോർട്ടറിൽ ഒരു അന്ത്യചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് വന്നിരിക്കുമ്പോ അവിടെ എല്ലാ പ്രതിനിധികളെയും അവർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും പരമാവധി. പക്ഷെ ഏഷ്യാനെറ്റിൽ അങ്ങനെയല്ല. ഭൂരിഭാഗം ചർച്ചകൾ എടുത്ത് നോക്കിക്കോ, കോൺഗ്രസിന്റെ പ്രതിനിധിയും പിന്നെ 3-4 രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ നിരീക്ഷകർ എന്ന് പറഞ്ഞിട്ട് CPM കൊണ്ടിരുത്തും, പിന്നെ ഈ പറഞ്ഞ പോലെ BJP കൊണ്ടിരുത്തും. അവരുടെ ലക്ഷ്യം വേറെയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അവരുടെ ലക്ഷ്യം സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അതായത് ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പൊ BJPയുടെ അജണ്ട വെച്ചാൽ CPM തകർത്തിട്ട് ഹിന്ദു വോട്ട് BJPക്ക് മറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മുഖ്യ പ്രതിപക്ഷമായിട്ട് BJPനെ വളർത്തണം. അപ്പൊ അതിനൊരുപാട് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുക്കണ്ട, നിങ്ങൾ ഇവരൊക്കെ ഒബ്സർവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ട് ആരും വിശ്വസിക്കണം എനിക്കൊരു നിർബന്ധമില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പുകൾ മാധ്യമങ്ങളുടെ. അപ്പൊ ഫ്ലഡ് സമയം വരുമ്പോ എല്ലാവരും രാഷ്ട്രീയം അതൊക്കെ മറന്ന് മുന്നോട്ട് പോവാ. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങളെടുത്ത ഇരട്ടത്താപ്പുകൾ ആൾക്കാർ മനസ്സിലാക്കണം. കാരണം ഇതിന്റെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. ഇപ്പോ വീട്ടിൽ വെള്ളം കയറാത്ത അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പൈസക്കുള്ള ആൾക്കാർക്ക് ഒന്നും എഫക്ട് ചെയ്യില്ല. അവര് ഈ പറഞ്ഞ പിണറായിനെ അറ്റാക്കിന് കണ്ടിട്ട് സാധാരണക്കാരും വീട്ടിൽ വെള്ളം കയറുന്ന പോലെ ആൾക്കാർ ഇതുപോലെ ഇത് വിശ്വസിച്ചിരുന്നതിന്റെ നാളെ നിങ്ങൾക്ക് പണി കിട്ടാം. പിന്നെ ഈ പറഞ്ഞ പോലെ യുവജന സംഘടനകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒറ്റയായിട്ട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടാം. ഒപ്പം തന്നെ വ്യാജ വാർത്തകൾ വിടാണ്ടിരിക്കുക.